ഹായ് ഹലോ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. വന്ന പാടന്നെ തലേന്ന് ഉണ്ടാക്കിയ ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കണം. ഓറഞ്ച് ഉണ്ട് ഉപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓറഞ്ചോ പഴമോ എന്താ കഴിക്കണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു കേട്ടോ. അതോ ഉമ്മ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്താണ് ഓറഞ്ച് എടുക്കണം, പുളി ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനിൽ വന്നു. പക്ഷേ പിന്നെ ഒരു ഉണ്ണിയപ്പം എടുത്തിട്ട് അങ്ങോട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ ശേഷം ദോശയും ഓട്ടടയാണ് കേട്ടോ ഉമ്മ ഉണ്ടാക്കിയിരുന്നത്, തക്കാളി കറി. അങ്ങനെ ദോശ ആദ്യം ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓട്ടട കഴിച്ചു. പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എന്താണ്, കാരണം ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അതുകൊണ്ട് അതിനൊന്നും ടൈം ഇട്ടിട്ടില്ല. ഹസ്ബൻഡിനെ പെട്ടെന്ന് കൊടുത്തിട്ട് അത്രേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, വീട്ടിലേക്കല്ലേ വരുന്നത്. പിന്നെ അതിന് ശേഷം ഓറഞ്ച് ഒന്ന് അങ്ങോട്ട് ടേസ്റ്റ് നോക്കി. വലിയ ടേസ്റ്റ് ഉണ്ടോ ചോദിച്ചാൽ ടേസ്റ്റ് ഇല്ലായിരുന്നു, ഒരു മീഡിയം അത്ര തന്നെ. അങ്ങനെ കിച്ചണിൽ ചെന്നപ്പോൾ ഉമ്മാൻ്റെ കലാപരിപാടികളായിരുന്നു കേട്ടോ. അതായത് മത്തി കൊടുത്തിട്ടുണ്ടല്ലോ, നെയ്യുള്ള മത്തിയും. അപ്പോൾ അത് കറി വെക്കാനുള്ള പുറപ്പാടിലാണ് ഉമ്മ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇതുണ്ടാവും, നല്ല നെയ്യുള്ള മത്തിയാണ് കേട്ടോ. അങ്ങനെ എന്താണ്, തിണ്ടമീനുണ്ടായിരുന്നു, അത് ഫ്രൈ ചെയ്യാനും വേണ്ടിയിട്ട് മസാല ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എനിക്ക് പൊതുവേ ഇത് ഇഷ്ടമൊന്നുമില്ല കേട്ടോ, ഒരു എന്തോ ആണ്. അങ്ങനെ അമ്മ മസാല പുരട്ടാൻ മസാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ അടുത്തുള്ള കടയ്ക്ക് പോകേണ്ടി വന്നിട്ടാണ്. അങ്ങനെ കടയിൽ വന്നു. ഇതാണ് കേട്ടോ ഞങ്ങളടുത്തുള്ള കട. അപ്പോൾ ഇഷ്മോളിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇത് ഇഷ്മോളൊന്നല്ല കേട്ടോ. അങ്ങനെ ഞാൻ അവിൽ, റവ, പിന്നെ എപ്പോൾ കടയ്ക്ക് ചെല്ലുമ്പോൾ ഞങ്ങൾ ഉമ്മാക്കും വേണ്ടിയിട്ട് കോപ്പിക്ക വാങ്ങിക്കോട്ടോ. ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് കോപ്പിക്ക. ഉമ്മ ജോലി എടുക്കുന്നിടയിൽ ഇങ്ങനെ കോപ്പിക്ക വായിലിട്ട് അങ്ങനെ ഇതാക്കും. അങ്ങനെ ഞാൻ വന്ന പോത്തിന് എന്താട്ടീന് ഉമ്മ മീൻ കറിയൊക്കെ വെക്കൽ തുടങ്ങിയിട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു മത്തിക്കറി ഉണ്ടായിരുന്നത്. അങ്ങനെ ഫ്രൈ ചെയ്യാനുള്ളത് അതും അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇഷ്മോളിൻ്റെ ഒപ്പം കടയ്ക്ക് പോകുന്നില്ലല്ലോ, ആ ഒരു പരിഹാരം കാണാൻ അവൾ കടയിൽ പോയിക്കാണ്ട് അവൾ ഐസ്ക്രീം വാങ്ങിച്ചു വന്നു. പിന്നെ അനിയന് മോര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കവറിന്ന് ഒഴിച്ച് ഡബ്ബയൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മോര് കുടിക്കാൻ. ഉപ്പിട്ട് കാണ്ട് വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് കുടിക്കാൻ ഭയങ്കര ഇഷ്ടം, നല്ല ടേസ്റ്റാണല്ലോ. അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ട് ലേശം ഗ്ലാസ്സിലെടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. മുളക് അത് ഐറ്റംസൊന്നും ഞാൻ ഇടാറില്ല കേട്ടോ. അങ്ങനെ ഉമ്മ പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് അതൊക്കെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് ഓരോരോ കാര്യങ്ങൾ. വീട്ടിൽ ചെന്നാൽ നല്ല രസമാണല്ലോ ഓരോരുത്തരായിട്ട്. അതിനിടയിൽ മീൻ മറിച്ചിടാൻ വൈകിപ്പോയി. പിന്നെ ഈ ഒരു കിഴങ്ങ് വൈകുന്നേരത്തിന് ചായക്കൊക്കെ ഇത് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളെ നാട്ടിലതിന് നടുതല കിഴങ്ങ് എന്നാട്ടോ പറയാം. എല്ലാ നാട്ടിലും എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ എനിക്ക്. ഞങ്ങളെ നാട്ടിലത്തെ കാര്യമാണ് കേട്ടോ ഞാനീ പറയണത്. അപ്പോൾ അതിങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിനിടയിൽ തന്നെ പാത്രം കഴുകുന്നുണ്ട്. അപ്പം ഉമ്മ ഇത് പിന്നെ കഴുകൽ ഞങ്ങൾ ആരെങ്കിലും കഴിക്കും കേട്ടോ. ഉമ്മ അത് ഇതിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അനിയത്തി വന്നതാണ് കേട്ടോ. ഇത് അവളെ ബർത്ത്ഡേൻ്റെ ഡ്രസ്സായിരുന്നു. അപ്പോൾ അവൾ വന്നിട്ടുണ്ട് കേട്ടോ, ഞങ്ങളൊക്കെ വന്നതറിഞ്ഞിട്ട്. അപ്പം എന്താണ് അവൾ വീഡിയോ അപ്പായില്ല കുറേ. അപ്പം അതൊക്കെ ഒന്ന് അങ്ങോട്ട് ക്ഷമിക്കട്ടോ. ഓള് വീഡിയോക്ക് വേണ്ടിയേ കൊഞ്ചിക്കൊഴിയാത്തപ്പല്ലേ ഓളെ കഥ. അല്ലാ, ഓ എന്താപ്പല്ലേ ഓള് കുട്ടീൻ്റെ ബാഗൊക്കെ ഇട്ടുക്കാണ്ടേ ഓള് മെയിനായിട്ടാണ് വന്നിക്കണത്. പാവാണ് കേട്ടോ ഓളെ, ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും പാവാണ് അവൾ. അങ്ങനെ ഇതാ ഐസ്ക്രീം അവൾക്ക് വേണ്ടിയിട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇഷ്മോൾ പോയിട്ട് ഓൾക്കും അനിയത്തിൻ്റെ മോൾക്കും മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ ഞങ്ങളിങ്ങനെ കൈയിട്ട് വരാൻ നോക്കി, പക്ഷെ അവരുണ്ടോ തരിക. പിന്നെ അതിന് ശേഷം അവർ കുറച്ച് ടൈമൊക്കെ ഫോണിലിങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടു കേട്ടോ. കാരണം എന്താ പറയുക, ഒരാൾക്കറ്റണം ഒരാൾക്കറ്റില്ല, ഒരാൾക്കറ്റണം ഒരാൾക്കറ്റില്ല. അതിന് ശേഷം ഞങ്ങൾ 12 മണിയൊക്കെ ആയപ്പോൾ ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഒരു ഫുഡ് കഴിക്കലുണ്ട്. അപ്പോൾ എന്താണ് തക്കാളി കറിയും കയ്പ്പങ്ങ തലേന്നത്തെ മുരിങ്ങക്കറി, അച്ചാറ്, മോര് കറി, ഫ്രൈ ചെയ്തിട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താണ് അനിയത്തിൻ്റെ മോൾ അവൾക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഇട്ട ഡ്രോയിങ് ബുക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്കും വേണ്ട എന്തെങ്കിലുമൊക്കെ എൻജോയ്മെൻറ്റ്. അങ്ങനെ അവരതിങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുക, ഏതിൽ കളർ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇഷ്മോൾക്ക് ഇവൾ വന്ന എനിക്ക് ഏറ്റവും യാത്ര ഇഷ്ടമുള്ളത് എന്താ അറിയോ, എൻ്റെ വീട്ടിലേക്ക് പോകുന്നതും എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. അല്ലാതെ അങ്ങോട്ട് ലോങ് ആയിട്ട് പോകുന്നത് വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷേ ഹസ്ബൻഡിൻ്റെ കൂടെ പോകണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അല്ലാതെ കരുതിയിട്ട് ഇങ്ങനെ യാത്ര പോവുക അത്രയ്ക്ക് അങ്ങോട്ട് ക്രേസ് ഒന്നുമില്ല. ഫ്രണ്ട്സുകളെ കൂടെയൊക്കെ അതേപോലെ ഫാമിലീൻ്റെ കൂടെയൊക്കെ അതൊക്കെ എനിക്കിഷ്ടമാണ്. അല്ലാതെ യാത്രനോട് അങ്ങനെ ഒരു ഇഷ്ടമായിട്ട് അങ്ങനെയൊന്നുമില്ല കേട്ടോ.
എനിക്കെല്ലാവരും കൂടണം, അത്രേ ഉള്ളൂ. അതിൽ ഇഷ്ടമാണ്. ഇനി അവരൊന്ന് കളറ് കൊടുക്കും. നിങ്ങൾ എന്താണ് കളർ കൊടുക്കുന്നത്? മിണ്ടല്ല നിങ്ങൾ എന്താ കളർ കൊടുക്കുന്നത്? എന്താ കൊടുക്കുന്നത്? എന്ത് കളറാ ലേഡി ഫിംഗറിന്? ഓ, ഗ്രീൻ കളർ എവിടെ? തന്നെ യാത്ര പോകുന്നതൊക്കെ നമ്മളെ ജീവിതത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം എപ്പോഴെങ്കിലും നമുക്ക് ഡിപ്രഷനും കാര്യം നമ്മളെ ജോലിൻ്റെ തിരക്കായിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് മൈൻഡ് ഒന്ന് ക്ലിയർ ആക്കണമെങ്കിൽ യാത്ര മസ്റ്റാണ് കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് പോവുക. അപ്പോൾ അവർ കളറിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്തത് അവരുടെ മേക്കപ്പാണ് കേട്ടോ. ഇവളെ മാറ്റിക്കണം എന്തരോ ആവും. അങ്ങനെ ഇഷ്മോക്കാണെങ്കിലോ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ. മറ്റവളാണെങ്കിലോ ഹെയർ സ്റ്റൈലാണ്. ഫസ്റ്റ് തന്നെ അങ്ങോട്ട് ഹെയർ സ്റ്റൈലാക്കാമെന്ന്. അങ്ങനെ അവൾ അവിടെ പിടിക്കുക ഇവിടെ പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഹെയർ ബാൻഡ് വെച്ചുകൊടുത്ത് ഇതൊന്നും ഇഷ്മോൾക്ക് ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചാൽ അവൾക്ക് ഇവൾ എന്ത് കാട്ടിയാലും അത്ര ഇഷ്ടമാണ് കേട്ടോ. ചിലപ്പോൾ അവരതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വികൃതിയൊക്കെ കാണിക്കും. പക്ഷേ ഇവൾക്ക് രണ്ടുപേർക്കും അത്രയ്ക്ക് ഇഷ്ടമുണ്ട് അവർ തമ്മിലുള്ളൊരു ബോണ്ടിങ്. മാഷാ അല്ലാ, അതെപ്പോഴും അങ്ങനെ തന്നെ ആവട്ടെ. അതിന് ശേഷം മേക്കപ്പാണ്, ലിപ്സ്റ്റിക്കാണ് കേട്ടോ ചോദിക്കണത്. ലിപ്സ്റ്റിക്കൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ ലിപ്സ്റ്റിക്ക് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ഇഷ്മോൾ എപ്പോഴോ ഒന്ന് അങ്ങോട്ട് വാരി പൊത്തിയിട്ടുണ്ട്. അങ്ങനെ ഐബ്രോ ഒക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാണാൻ തന്നെ നല്ല ക്യൂട്ട്നെസ് ഇല്ലേ. അങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ അവളെ ഓരോ ഐറ്റംസൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അവളെ ബാഗിൽ നിന്ന്. ആ ബാഗ് അവൾക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ ഇഷ്മോൾ അങ്ങനത്തേക്ക് ഇങ്ങോട്ടേക്കല്ല ഞാൻ റെഡിയാക്കിയിട്ട് ഇനി സ്റ്റാറാണോ ഹാർട്ടാണോ എനിക്ക് വേണ്ടതെന്നൊക്കെ ചോദിക്കണം. അപ്പോൾ അവളെ അടുത്തുള്ളതൊക്കെ ഇങ്ങനെ ആക്കാൻ നിൽക്കുന്നു കേട്ടോ. ഇഷ്മോളാണെങ്കിൽ നല്ലതുപോലെ അടങ്ങി നിന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവർ ഈ ഒരു കാട്ടിക്കൂട്ടൽ കാണുമ്പോൾ നമുക്ക് ആ ഒരു പ്രായമായിരുന്നെങ്കിൽ എന്നൊക്കെ കരുതി പോകും കേട്ടോ. അത്രയ്ക്ക് രസമാണ് ഇവർ തമ്മിലുള്ള ബോണ്ടിങ് കാണാൻ. എക്സ്പ്രഷൻ കാണൂ. വെരി ഗുഡ്. നല്ല രസം നോക്കട്ടെ. നല്ല രസമുണ്ട് കേട്ടോ. മേക്കപ്പ് ആർട്ടിസ്റ്റ് ഈ ഒരു കാലത്ത് കുട്ടികൾക്കുണ്ടല്ലോ ഒരു ഒട്ടുമിക്ക ഓരോ ഐറ്റംസ് ആയിക്കോട്ടെ എന്തിനെ പറ്റിയും കുറച്ചൊക്കെ ഒരു അറിവ് കിട്ടും കേട്ടോ. കാരണം എന്താ പറയുക, അവർക്ക് ഫോണ് കയ്യിൽ കിട്ടിയാൽ അവർ എല്ലാ ഐറ്റംസും കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ ഇതേപോലെ മേക്കപ്പ് അങ്ങനത്തെ ഓരോ ഐറ്റംസൊക്കെ ആണെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് കണ്ടോക്കും. അപ്പോൾ ഇതിനാണെന്നൊക്കെ ഉള്ള ഇതൊക്കെ കണ്ടില്ലേ. അവളെ എന്താ പറയുക, അവളെ കഴിവ് അതന്നെ പറയാമല്ലേ. നല്ല അടിപൊളിയുണ്ട്. അപ്പോൾ ഇഷ്മോളോട് ഞങ്ങൾ പറയുന്നുണ്ട് കണ്ണൊന്നും ഇപ്പോൾ തുറക്കില്ല കേട്ടോ. ലാസ്റ്റ് ഫൈനലി മേക്കപ്പ് കഴിഞ്ഞിട്ടാണ് നമുക്ക് നമ്മളെ മുഖം കാണാൻ പറ്റുള്ളൂ. ഈ കണ്ടിൽ ഓരോ ബ്രൈഡിലൊക്കെ അങ്ങനെ കാണിക്കണം. അപ്പോൾ അതേപോലെ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇഷ്മോൾക്ക് അതിൻ്റെ ഇടയിൽ ഇതുണ്ടില്ലേ ലിപ്സ്റ്റിക്ക് അതിൻ്റെ ഇടയിലൊക്കെ അവർ എടുത്തിട്ടുണ്ട്. ലിപ്സ്റ്റിക്കൊന്നും ഇടാൻ സമ്മതിക്കാറിനല്ല കേട്ടോ ഞാൻ. കാരണം ഒരു പ്രായമാകുമ്പോൾ അവരെങ്ങനെ ആയാലും ഇടും. നമ്മളെത്ര പിടിച്ചു വെച്ചിട്ടും കാര്യമില്ല. അപ്പം നമ്മളാൽ കഴിയുന്ന ടൈമിൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കണ്ട എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ. ആ ഒരു മൈൻഡാണ് എനിക്കുള്ളത്. അതിന് ശേഷം ഇവളെ കേട്ടോ മേക്കപ്പ് ഓപ്പോസിറ്റ് സൈഡായിട്ടുണ്ട്. അപ്പോൾ മറ്റവളെ കാട്ടി അതേപോലെ ഞാൻ എന്നെ കാട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പൗഡറിന് എന്തോ ഒരു അടിപിടി ആയ തോന്നുന്നുണ്ട്. അപ്പോൾ ഇവൾക്ക് അനിയത്തിൻ്റെ മോൾക്ക് ഒന്നും കൂടി തോന്നുക ഇട്ടത് പോരായ്മയാണ് പറഞ്ഞ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ രാവിലെ ക്ലീനാക്കി വെച്ചിട്ടുള്ള നടുതലക്കിഴങ്ങുണ്ടല്ലോ, അതൊക്കെ ഉമ്മ ആവി കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിക്കുന്നതിനിടയിലാണ് കേട്ടോ ഇവർ കടയിൽ പോയിട്ട് കുറച്ച് ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അവർക്ക് വേണ്ട സാധനങ്ങൾ അവർ വാങ്ങിച്ച് ഞങ്ങൾക്ക് ചോക്കോബാറാണ് വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ചോക്കോബാറും കൊണ്ടുവന്നു. ഇതൊക്കെയാണ് ഓരോ രസങ്ങൾ, എല്ലാവരും ഒത്തുകൂടുമ്പോഴുള്ളൊരു ചോക്കോബാർ ചോക്കോബാറല്ല കേട്ടോ, രസങ്ങൾ.
അങ്ങനെ ഇതൊക്കെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കഴിക്കുന്ന ടൈമിൽ അവർക്കും ഉണ്ടായിരുന്നു കേട്ടോ ചോക്കോബാർ. അതിൻ്റെ എക്സ്ട്രാ ആണ് അവർ ആ ഒരു ജെല്ലി അത് വാങ്ങിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ വാങ്ങി. അങ്ങനെ അത് കഴിച്ചതിന് ശേഷം രാവിലെ കണ്ടിട്ടുണ്ടായിരുന്ന ഓറഞ്ചിൽ ഉമ്മ മുളകും ഉപ്പും ഒക്കെ ഇതാക്കിയിരുന്നു. പിന്നെ നമുക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരുന്നു. അപ്പോൾ അതിനിങ്ങനെ ഉമ്മ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പോകുന്ന രംഗം എത്ര നമുക്ക് ഇതില്ലെങ്കിലും ഒരു സങ്കടം തന്നെയല്ലേ. അങ്ങനെ അന്നേ ദിവസം നമുക്ക് കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ. അച്ചാറല്ല കേട്ടോ, അത് മീൻ കറിയാണ് തോന്നുന്നുണ്ട്, മീൻ കറി. അതിന് ശേഷം അനിയന് ദീപാവലിൻ്റെ ആ ഒരു ടൈമിലായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവന് ദീപാവലി സ്വീറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് അറവങ്കരക്ക് വരാമെന്നാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൻ്റെ അവിടുന്ന് അനിയന് അറവങ്കരക്കായിട്ട് ആക്കി തന്നു, അതായത് എൻ്റെ സ്വന്തം നാട്ടിലേക്ക്. അപ്പോൾ ഞങ്ങളവിടെ അടുത്തുള്ള കടയിൽ നിന്നതാണ് കേട്ടോ. ഞങ്ങൾ സാധനങ്ങളും ചാക്കൊക്കെ ആയിട്ട് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഞാനൊക്കെ കോട്ടാണ് കേട്ടോ ഇട്ട് പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോൾ വരുന്നു. ഹസ്ബൻഡ് ഈ ഒരു റൂട്ടിലൂടെ തന്നെ പാസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നല്ല സുഖമാണ് വീട്ടിലേക്ക് വരാൻ. അതായത് വീട്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് കൂടെ ഓഫീസിലേക്ക് പോകുന്ന ടൈമിലും കൂടെ പോരാം, റിട്ടേൺ പോകുന്ന ടൈമിൽ നമുക്ക് കൂടെ പോവുകയും ചെയ്യാം കേട്ടോ. അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അങ്ങനെ ഹസ്ബൻഡ് വന്ന് പിന്നെ അതിന് ശേഷം ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒന്നങ്ങോട്ട് കവറിൽ നിന്നൊക്കെ അയച്ചു വെച്ചതാണ് കേട്ടോ. ഇതൊന്നും ഇപ്പോൾ ക്ലീൻ ആക്കൂല കേട്ടോ. തേങ്ങയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. അങ്ങനെ അതൊക്കെ ഇനി രാവിലെയാണ് റെഡിയാക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക്